എയിംസ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ട് നാളുകളേറെയായി. പക്ഷെ കേരളം അതിനോട് മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നു. ഒടുവിൽ ഇപ്പോൾ കേരളം 10 സ്ഥലങ്ങളുടെ ലിസ്റ്റ് സഹിതം കൊടുത്ത് എയിംസ് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്ത കൂടി വരുന്നു. ഒരു എയിംസിന് കൂടി കേരളത്തിന് നൽകാൻ കേന്ദ്രം ഒരുങ്ങുകയാണ്. കേരള സർക്കാർ മനസ്സ് വെച്ചാൽ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതായത് രാജ്യത്ത് ദേശീയ പ്രാധാന്യമുള്ള 3 അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ AIIA സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. അത് സംബന്ധിച്ചുള്ള കത്ത് ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്രം അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ കേരളത്തിന് ആണ് കുറച്ചുകൂടി പ്രിഫറൻസ് ഉള്ളത്. പക്ഷെ കേരള സർക്കാരാണ് അതിനെ തീരുമാനിക്കേണ്ടത്. ഏതായാലും കേരളത്തിന്റെ സർക്കാരുകൾ ഭൂമിയും അടിസ്ഥാന സൗകര്യവും സർക്കാർ പ്രതിബദ്ധതയും നടപ്പാക്കാനുള്ള സന്നദ്ധതയും അറിയിച്ചു കഴിഞ്ഞാൽ ഈ ആയുർവേദ എയിംസ് കേരളത്തിലേക്ക് വരും. ആയുർവേദ ചികിത്സ, PG പഠനം, ഗവേഷണം, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം തുടങ്ങിയവയൊക്കെ ഇവിടെ ഉണ്ടാകും. മനസ്സ് വെച്ചാൽ ഇത് കേരളത്തിന് നേടിയെടുക്കാൻ കഴിയും. കാരണം കേരളത്തിന്റെ ഒരു ഈ ഒരു ആശുപത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിന് അനുയോജ്യമാണ്. കാരണം കേരളത്തിന്റെ ഒരു ആയുർവേദ ബ്രാൻഡ്, അത് ലോക പ്രശസ്തമാണ്. കേരളത്തിന്റെ ആയുർവേദ ബ്രാൻഡുകൾ, വിപുലമായ ചികിത്സാ സൗകര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഒപ്പം തന്നെ മെഡിക്കൽ ടൂറിസത്തിന് ഇപ്പോൾ തന്നെ മെഡിക്കൽ ടൂറിസം നടക്കുന്നു. അത് വലിയ രീതിയിൽ തന്നെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സസ്യങ്ങൾ, ഈ ആയുർവേദത്തിന് വേണ്ട മരുന്നുകളുടെയൊക്കെ സസ്യങ്ങൾക്ക് വലിയ സമൃദ്ധമായി ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം. ഒപ്പം തന്നെ ശക്തമായ ഗവേഷണ അക്കാദമിക് തലത്തിൽ ഈ ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന അനവധി പേർ കേരളത്തിലുമുണ്ട്. അപ്പോൾ കേരള സർക്കാർ മനസ്സ് വെച്ചാൽ എയിംസ് പദവിയുള്ള ആയുർവേദ സൂപ്പർ സ്പെഷ്യാലിറ്റി എയിംസ് ആശുപത്രി കേരളത്തിന് വരും. അങ്ങനെയെങ്കിൽ 2 ആശുപത്രികൾ, ഒന്ന് എയിംസ് വരുന്നു, അതിനോട് അനുബന്ധിച്ച് തന്നെ എയിംസിന്റെ ആയുർവേദത്തിന്റെ ഒരു ആശുപത്രി കൂടെ വരുന്നു. അങ്ങനെയെങ്കിൽ ഒരു വലിയ മുന്നേറ്റം തന്നെയായിരിക്കും. കേരളത്തിന് സാമ്പത്തിക സ്ഥിതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംരംഭമാണ്. ഇപ്പോൾ തന്നെ ഈ ആയുർവേദത്തിന്റെ ഒക്കെ മരുന്നുകളും മറ്റും സേവിക്കുന്നതിന് വിദേശികളടക്കം വരുന്ന ഒരു കാര്യം കൂടി നമുക്ക് ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും മെഡിക്കൽ ടൂറിസം ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഒരുപാടിടങ്ങളിൽ അതിന് ഗുണപ്രദമാകും. ഇതിനോടനുബന്ധിച്ച് ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്നതുമാണ്. ഏതായാലും കേരള സർക്കാർ മനസ്സ് വെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്.